ഹലോ ഗൈസ്. ഹലോ. അപ്പോൾ നമ്മളെന്നുള്ളത് അരക്കുറിശി അമ്പലത്തിന്റെ നേരെ ഫ്രണ്ടില് മണ്ണാർക്കാട്. നമ്മളിവിടെ പോണു. നമ്മള് എവിടേക്ക് വെച്ച് ശ്രീകൃഷ്ണപുരം. എന്താണ് മൂപ്പര് പേരുന്ന? കാളിദാസേട്ടന്. കാളിദാസേട്ടന്റെ ഇഡ്ഡലി ചിക്കൻ കറി നോക്കട്ടെ, പോയി നോക്കട്ടെ, ബാക്കി അവിടെ നിന്ന് പറയാം. എൺപത് മുതൽ 90 വരെ കൂലി കച്ചവടങ്ങൾ. അത് കഴിഞ്ഞിട്ട് 90 ശേഷം 2006 ആഗസ്റ്റ് വരെ റോഡ് സൈഡിൽ. അത് ഇത് 7ാമത്തെ റോഡാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് ഇപ്പോൾ 4 മണിക്ക് ശേഷം, 5 മണിക്ക് ശേഷം രാവിലെ തൊട്ട് കടറുള്ളിൽ എനിക്ക് പണിയുണ്ടാവും. അപ്പോൾ ഞാനും എൻ്റെ മക്കളും ഭാര്യയൊക്കെ കൂടിയാണ്. ഇപ്പം എൻ്റെ ഭാര്യയ്ക്ക് വയ്യ, മകൾക്ക് തീരെ വയ്യ. മകൻ കഴിഞ്ഞ ജൂൺ 23 ജൂൺ 23 കഴിഞ്ഞ ജൂൺ 23 മരിച്ചു. കിഡ്നി മാറ്റി വെച്ച് 2017 മുതൽ സൂയിസൈഡായിരുന്നു. അപ്പോൾ അവൾക്കൊന്നും വയ്യ. അതുകൊണ്ട് ഇപ്പം ഞാനും ഒരു സ്ത്രീ രാവിലെ വരും, വൈകുന്നേരത്തും ഒരു 5 മണി മുതൽ രാത്രി 12 മണി വരെ ഈ കച്ചവടം. രാവിലെ തൊട്ട് ഈ വൈകുന്നേരം വരെ എനിക്കും ഒരു പണിക്കാർത്തിക്കും. നമ്മൾ കൊടുക്കണത് 24 മണി. കുറച്ച് ഇഡ്ഡലി, ചൂടുള്ള ഇഡ്ഡലി മാത്രം. തണുത്ത ഇഡ്ഡലി കൊടുക്കും. പരിപ്പ് വട, പിന്നെ ഓംപ്ലേറ്റ്, പിന്നെ തേങ്ങാപ്പാലിൽ വറുത്തരച്ച ചിക്കൻ കറി. അന്നന്നൊക്കെയുള്ള മല്ലി മുളകൊക്കെ അന്നന്ന് വറക്കും. അല്ലാതെ പൊടികൾ ഉപയോഗിക്കുക. നമ്മൾ സാധാ മല്ലി മുളകൊക്കെ കഴുകി വറക്കും. അതുപോലെ ഇഡ്ഡലിപ്പൊടി നമ്മൾ പൊടിക്കും. അരിയൊക്കെ വറുത്ത് നമ്മൾ കായൊക്കെ ഇട്ടിട്ട് നന്നാക്കി നമ്മൾ വാങ്ങണത് ടേസ്റ്റ്. നമ്മുടെ സാധാ ഇഡ്ഡലി പോലെ നല്ലൊരു സോഫ്റ്റ് ഇഡ്ഡലിയാണ്. പൊന്നിയരി, വില കൂടിയ പൊന്നിയരി. വില കൂടിയ ചോറ് ഉണ്ടാക്കുമ്പോൾ ഒട്ടണ പൊന്നി. ചോറ് വെക്കുമ്പോൾ ഒട്ടണ പൊന്നി വെച്ചാൽ ക്ലീൻ ആക്കിയാൽ ഒട്ടും. ഒട്ടാത്ത പൊന്നി. പിന്നെ നല്ല മഹാരാജയുടെ വില കൂടിയ ഉഴുന്ന് വേണം. വെല്ല ഉഴുന്നൊട്ട ക്ലീൻ വേണം. മഹാരാജ അതാണ് ഇവിടുത്തെ ഇഡ്ഡലിയുടെയും കറിയുടെയും ഒരു സോഫ്റ്റ്നെസ്സും അതിൻ്റെ ഒരു ടേസ്റ്റും. ഇപ്പോൾ അവർ പറഞ്ഞില്ലേ, എല്ലാം വറുത്തരച്ച് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഇതാണ്. നല്ല പൊന്നിയരിയും കൊണ്ട് ഉണ്ടാക്കിയ ഇഡ്ഡലിയാണ്. അപ്പോൾ ഈ ശ്രീകൃഷ്ണപുരം ഭാഗത്തേക്ക് വരുന്നവരുണ്ടെങ്കിൽ എന്തായാലും കാളിദാസേട്ടൻ്റെ കടയിൽ. അങ്ങനെ ഞങ്ങള് നല്ല പൊന്നിയരിയില് എന്താ പറയാ, ഇഡ്ഡലി പൊന്നിയരി കൊണ്ട് ഉണ്ടാക്കിയ ഇഡ്ഡലി, അതും നല്ല തേങ്ങാപ്പൂൾ ഇട്ടിട്ടുള്ള തേങ്ങാപ്പാലില് വറുത്തരച്ച ചിക്കൻ കറി. തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ടുണ്ടെങ്കിൽ തേങ്ങാന്റെ കഷ്ണങ്ങൾ ഇങ്ങനെ കിട്ടിയുണ്ട്. തേങ്ങ അരച്ച് വെച്ച ചിക്കൻ കറി, നല്ല ചിക്കൻ കറിയാ. പിന്നെ അവര് ഒരു കാര്യം ഈ ശ്രദ്ധിച്ചു നോക്കിയോ, അവര് പിന്നെ നമ്മള് പോയിരിക്കുമ്പോൾ ആ മേശപ്പുറത്തൊക്കെ കർപ്പൂരം ഇങ്ങനെ ആക്കിയിട്ടാണ് തുടച്ചുന്നത്. അതെന്തിനാണെന്നറിയോ? ഈച്ച വന്നിരിക്കാതിരിക്കാം. നല്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു സെറ്റപ്പ് ആവുകൊണ്ടുള്ളൊരു പ്രശ്നങ്ങൾ ചിലപ്പോ എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. ഓവർ എക്സ്പെക്ടേഷനോട് കൂടി വരാഞ്ഞാൽ മതി. അതായത് ഇന്നത്തെ കാലത്തെ ആൾക്കാർക്ക് എന്താണെന്നറിയോ, ഭക്ഷണം എങ്ങനത്തെയാലും കുഴപ്പമില്ല, കാണാൻ കുറച്ച് പ്രൗഢി ഉണ്ടെങ്കിൽ അത് കഴിച്ചു പോണ ആൾക്കാരാണെന്ന് ഒരുവിധം എല്ലാവരും. പക്ഷെ ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ കാണാൻ വലിയ പ്രൗഢി ഉണ്ടാവില്ല, പക്ഷെ ഉള്ള ഫുഡ് അത് ജെന്യൂനാണ്. അത്യാവശ്യം നല്ല ഇതിൽ തരുന്നുമുണ്ട്. നമുക്ക് മനസ്സും വയറും നിറയും. നല്ലൊരു നൊസ്റ്റാൾജിക് ചിക്കൻ കറിയാണ്. എനിക്കൊക്കെ ഞാൻ കഴിക്കുമ്പോൾ തന്നെ പറഞ്ഞു, പഴയ നമ്മുടെ വീടുകളിലൊക്കെ ഈ വെച്ചു കൊടുക്കലും കലശമൊക്കെ ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ആ ഒരു ചിക്കൻ കറിയുടെ ഒരു ഫീല്. നല്ല സോഫ്റ്റ് ഇഡ്ഡലി, നല്ല പൊന്നിയരിയും കൊണ്ട് ഉണ്ടാക്കിയ സോഫ്റ്റ് ഇഡ്ഡലി സെറ്റാണ്. തിരിച്ചിങ്ങനെ പോവുകയാണ്. എവിടെ എത്തി? കരിമ്പുഴ പാലാണത്. കാണിച്ചു കൊടുക്കുക. കരിമ്പുഴ പാലാണ്. ചേച്ചി ഈ ബഡ ബസാർ ഇതാണോ?